ഹെററ്റിക് സ്കോട്ട് ബെക്കും ബ്രയാൻ വുഡും ചേർന്ന് രചനയും സംവിധാനം നിർവഹിച്ച് ഹ്യൂ ഗ്രാന്റ്, സോഫി താച്ചർ, ക്ലോയ് ഈസ്റ്റ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി വന്ന ഈ ഇംഗ്ലീഷ് സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ സിനിമയെക്കുറിച്ചാണ് ഇന്ന്. രണ്ട് സിസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ ഇങ്ങനെ വീട് വീടാന്തരം കയറി ഇറങ്ങി ക്രിസ്തുമതം പ്രചരിപ്പിക്കുന്ന രണ്ട് മിഷണറീസ്. അതും മോർമോൺ എന്ന സഭയിൽപ്പെട്ടവരാണ്. അവരൊരു വൈകുന്നേരം മഴയൊക്കെ പെയ്യാൻ തുടങ്ങുന്ന ഒരു സമയത്ത് ഒരു വീട്ടിലെത്തി കഥയിൽ മുട്ടുന്നു. ആ വീട്ടുകാരനെ അവരെ പരിവർത്തനം ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. തുടർന്ന് നടക്കുന്ന ഭീകര സംഭവങ്ങളാണ് ഈ സിനിമ പറയുന്നത്. ആക്ച്വലി ഈ വർഷം കുറെ മികച്ച ഹൊറർ ചിത്രങ്ങൾ ഇറങ്ങിയ ഒരു വർഷമാണ്. അതിന്റെ കൂടെ കൂട്ടാൻ പറ്റിയ ഒരു പുതിയ പടമാണിത്. ഇന്നത്തെ കാലത്ത് കുറച്ച് ഡിഫറെന്റ് ആണെങ്കിൽ മാത്രമേ ഹൊറർ പടങ്ങളൊക്കെ ആൾക്കാർക്ക് ഇഷ്ടമാവുകയുള്ളൂ. ഇത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പടമാണ്. റിലീജിയസ് ഹൊറർ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു ജോണറാണ്. ഇവിടെയൊക്കെ ഇതുപോലൊരു പടം റിലീസ് ആയാലും മിക്കവാറും കുറച്ച് കോൺട്രവേഴ്സ്യൽ ആകാനുള്ള സാധ്യതയുണ്ട്. നല്ല രീതിയിൽ തന്നെ പടം എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ആ ഒരു മിസ്റ്ററി അല്ലെങ്കിൽ ഒരു സസ്പെൻസ് ഒക്കെ കിടുവാണ്. അത് ഫസ്റ്റ് മുതൽ തന്നെ നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുകയും ചെയ്യും. സത്യത്തിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ഓടി രക്ഷപ്പെടുക അതാണ് വേണ്ടത് നമുക്ക് ആദ്യമേ അറിയാം. പക്ഷെ അത് പറ്റില്ല. എനിക്ക് പോകാൻ അനുവാദമില്ല. സോ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയേക്കുന്നത് ഭയങ്കര രസമായിരുന്നു. നല്ല തിരക്കഥയും മേക്കിങ്ങും പടത്തിന്റെ സ്ട്രെങ്ത് ആണ്. ഒപ്പം നല്ല പെർഫോമൻസുകളും പടത്തിലുണ്ട്. 90കളിലെ റോംകോം സിനിമകളിലൂടെയൊക്കെ പ്രശസ്തനായിട്ടുള്ള ഹ്യൂ ഗ്രാന്റ് ആണ് ഇതിലെ മിസ്റ്റർ ക്രീഡ് എന്ന പ്രധാന വേഷത്തിൽ വരുന്നത്. കിടലും പെർഫോമൻസ് തന്നെയായിരുന്നു. ആ ഒരു ക്യാരക്ടറിന്റെ വിവിധ ഷെയ്ഡ്സ് ഒക്കെ അതിഗംഭീരമാക്കി തന്നെ കക്ഷി ചെയ്ത് വെച്ചിട്ടുണ്ട്. സിസ്റ്റേഴ്സ് ആയിട്ട് വന്ന സോഫി താച്ചർ, ക്ലോയ് ഈസ്റ്റ് ഇവർ രണ്ടുപേരും അന്യായമായിരുന്നു. രണ്ട് സ്വഭാവമുള്ള ക്യാരക്ടേഴ്സ് ആണ്. ഒരാള് പക്കാ ചെറുപ്പം മുതൽ റിലീജിയസ് ആയിട്ടുള്ള അന്തരീക്ഷത്തിൽ വളർന്നു വന്ന ഓവർ ഭക്തിയൊക്കെ ഉള്ള ഒരു നിഷ്കു ആണെങ്കിൽ, അടുത്ത ആള് വിശ്വാസം എന്ന കാര്യത്തെക്കുറിച്ച് കുറച്ച് സംശയങ്ങളൊക്കെയുള്ള അല്ലെങ്കിൽ ചോദ്യങ്ങളൊക്കെ മനസ്സിലുള്ള കുറച്ചുകൂടി ബോൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ രണ്ടുപേരും രണ്ട് ക്യാരക്ടേഴ്സും കൺവിൻസിംഗ് ആയിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇതിന്റെ വലിയ പോസിറ്റീവ് ആണ്. ആദ്യം മുതൽ തന്നെ ടെൻഷൻ ബിൽഡിങ്ങിന് പശ്ചാത്തല സംഗീതം വലിയ പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. ക്രിസ് ബാക്കോൺ ആണ് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ. ചങ് ഹൂൺ ക്യാമറയും ജസ്റ്റിൻ ലീ എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നു. രണ്ടും മികച്ചതായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ ആണ്. പ്രത്യേകിച്ച് ആ ഒരു വീട്, അതിന്റെ റൂംസ്, സെറ്റപ്പ് ഒക്കെ കിടുവായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. സോ ടെക്നിക്കലിയും പടം നൈസ് ആണ്. നെഗറ്റീവ്സ് പറയാനാണെങ്കിൽ പടത്തിൽ ഒരുപാട് ഡയലോഗ്സ് ഉണ്ട്. വളരെ നീണ്ട സംഭാഷണങ്ങൾ എന്ന് പറയാം. അപ്പം കുറെ കഴിയുമ്പോൾ നമുക്ക് എന്തോ ഒരു ഭയങ്കര ലെക്ചറിങ് ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് പോലെ ഒരു ഫീൽ വരും. പക്ഷെ അപ്പോഴും അടുപ്പിക്കാതെ പടം എൻഗേജിംഗ് ആയിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട്. ആകമൊത്തം ടോട്ടലിൽ എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഒരു ഡിഫറെന്റ് ഹൊറർ സിനിമ എന്ന് പറയാം. തീർച്ചയായിട്ടും എബോവ് ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ പടം. പടം ഇപ്പോൾ ഡിജിറ്റലി അവൈലബിൾ ആണ്. ഹൊറർ ത്രില്ലർ പ്രേമികൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു സിനിമയാണിത്. 1 മണിക്കൂർ 51 മിനിറ്റ് ആണ് സിനിമയുടെ ദൈർഘ്യം. 18+ ഒന്നുമല്ല. തുടക്കത്തിൽ കുറച്ച് അഡൽട്ട് ലാംഗ്വേജ് ഒക്കെ കേൾക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാൽ.